എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പലഹാരത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? നമ്മൾ കൊല്ലംകാർ ഇതിന് തെരളിയെന്നും കുമ്പിളപ്പം എന്നൊക്കെ പറയും. ഈ വീഡിയോയ്ക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടേതായ ഇഷ്ടത്തിന് ഉണ്ടാക്കണം. അമ്മ വീഡിയോ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അവിടെ ഇട്ടിട്ട് പോകും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇത് അരിപ്പൊടിയിലും ആട്ടമാവിലും ഉണ്ടാക്കാം, അതായത് ഗോതമ്പ് പൊടി. നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം തേങ്ങയും ശർക്കരയും പാളയംകോടൻ പഴമാണ് നല്ലത്, പക്ഷേ ഞങ്ങളിവിടെ എടുത്തേക്കുന്ന ഞാലിപ്പൂവൻ പഴമാണ്. ഇത് ഇത്രയും കൂടി ഇട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടണം. ഞാൻ ഉപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പതുക്കെ ആദ്യം ആ പഴം മാത്രം ഒന്ന് ഞെവിടി കൊടുക്കുക. ഈ പഴം നമുക്ക് കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചത് കണ്ടില്ലേ? ചിലരത് വെള്ളം ഒഴിക്കാറില്ല, കാരണം പഴം കൂട്ടിയിടാറുണ്ട്. പഴം കൂട്ടിയിടുമ്പോൾ ഇതിൽ ഒന്നുകൂടെ സ്വാദാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടത് മെല്ലെ മെല്ലെ ശർക്കരയും തേങ്ങയും പഴവും ഒരു നുള്ളുപ്പ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ദേ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന കണ്ടോ? എല്ലാത്തിൻ്റെയും ഒരു മയമാണ് അതിൻ്റെ കാരണം. മെല്ലെ മെല്ലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഉരുട്ടി ദേ ഈ ഇല ഉണ്ടോ? ഈ ഇലയ്ക്ക് നമ്മളിവിടെ വയനയില എന്നാണ് പറയുന്നത്, തെരളി ഇലയെന്നും പറയും. നമ്മളിതേ ഇതുപോലെ രണ്ടാക്കി വെച്ച് അത് മൂടി ഇങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മളിതൊരു ഈർക്കിലിൽ കുരുത്തെടുക്കും. ഇതൊരു മാല പോലാട്ടോ. നമ്മളിത് അമ്പലത്തിലൊക്കെ കൊല്ലത്തൊക്കെ ഇത് പൊങ്കാലയൊക്കെ ഇടാറുണ്ട്. ആറ്റുകാലും ചക്കുളത്തും ഒക്കെ പൊങ്കാല ഇടാറുണ്ട്. ഈ ഒരു സമ്പ്രദായം ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഈർക്കിലിൽ കൊരുത്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ? ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഒരു ഇഡലി ചെമ്പെടുത്തിട്ട് ഇതെല്ലാം ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു ഇല ഞാൻ അതിനകത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, നല്ല മണം വരാൻ. ദേ കുമ്പിളപ്പം ഇങ്ങനെയും ഉണ്ടാക്കാം. പിന്നെ ഞാനത് അടച്ചു വെച്ച് ആവിയിൽ നമുക്ക് നന്നായിട്ട് വെന്ത് വരട്ടെ. കുറേ സമയം കഴിയുമ്പോൾ അടുക്കള നിറയെ മണമായിരിക്കും. ദേ ഇങ്ങനെ ഇരിക്കും നമ്മുടെ കുമ്പിളപ്പം, അഥവാ തെരളി എന്നാട്ടോ നമ്മൾ കൂടുതൽ പറയാം. ദേ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കാഴ്ച. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് ദേ കണ്ടോ, ആ ശർക്കരയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ആ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ല വെന്ത് അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ദേ കണ്ടോ, ആ ഒരു ബ്രൗൺ കളറിലിരിക്കുന്ന നമ്മുടെ ശർക്കരയാണ്. അതൊക്കെ ഭയങ്കര രുചിയായിട്ടോ. ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.